നമസ്കാരം. വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള രണ്ട് ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യയുടെ ടീം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വലിയ അത്ഭുതങ്ങളൊന്നുമില്ല, പ്രതീക്ഷ പോലൊക്കെ തന്നെ. കരുൺ നായർ ടീമിനടുത്ത് പുറത്ത് കളഞ്ഞിട്ടുണ്ട്. അജിത് അഗാർക്കർ വളരെ റൂഡായിട്ടാണ് കരുൺ നായറിൻ്റെ ഈ പുറത്തു പോകലിനെ പറ്റി ചോദിച്ചപ്പോഴത്തെ മറുപടി പറഞ്ഞത്. ഇങ്ങനെ പറയുന്നത് സഞ്ജു സാംസണെതിരെയും കഴിഞ്ഞ ഈ ഒരു ഏഷ്യ കപ്പിൻ്റെ ടീം പ്രഖ്യാപിച്ചപ്പോൾ അജിത് അഗാർക്കർ അങ്ങനെ ആ ഒരു രീതിയിൽ വർത്തമാനം പറയുന്നത്, ഇച്ചിരി റൂഡായിട്ട് ഹാർഷായിട്ട് വർത്തമാനം പറയുന്നത് കേട്ടിട്ടുണ്ട്. കുറച്ച് സോഫ്റ്റായിട്ട് പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. എന്തായാലും കരുൺ നായർ ടീമിലുണ്ടാവത്തില്ല എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിരുന്നു. പക്ഷേ എന്നെ ഞെട്ടിച്ചത് അഭിമന്യു ഈശ്വർ വീണ്ടും ടീമിലില്ല. ഞെട്ടിച്ചതെന്നല്ല, വളരെ നിരാശാജനകമായിട്ടുള്ള കാര്യമാണ് ആ ഒരു പ്ലെയറിനെ സംബന്ധിച്ച്. കാരണം BGTയിൽ ബെഞ്ചിലിരുന്നു, അതിനുശേഷം ഇപ്പോൾ ഇംഗ്ലണ്ടുമായിട്ടുള്ള സീരീസിൽ ബെഞ്ചിലിരുന്നു, എന്നിട്ട് അടുത്ത സീരീസിൽ അവസരമില്ല എന്ന് പറയുമ്പോൾ വെരി ഡിസപ്പോയിൻറ്റിംഗ് ആണ് ആസ് എ പ്ലെയർ. അതൊക്കെയാണ് മേജറായിട്ടുള്ള സംഭവങ്ങൾ. ബൂമ്ര കളിക്കുന്നുള്ള ഒരു അത്ഭുതം. ഈ വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള ടെസ്റ്റിൽ ബൂമ്ര കളിക്കില്ല എന്ന് വിചാരിച്ചു. അർഷ്ദീപ് കളിക്കും എന്ന് വിചാരിച്ചു. അർഷ്ദീപ് ടീമിലില്ല. രവീന്ദ്ര ജഡേജ വൈസ് ക്യാപ്റ്റനായിട്ട് വരുന്നു, ഋഷഭ് പന്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ. 36ാമത്തെ വയസ്സിൽ വൈസ് ക്യാപ്റ്റനായിട്ട് വരുന്നു. വെരി ഗുഡ് ഫോർ ജഡേജ. ആൻഡ് അക്സർ പട്ടേൽ ഈസ് കമ്മിങ് ബാക്ക് ടു ടീം. അങ്ങനെ ഒരു കാര്യം. അപ്പോൾ ഇന്ത്യ സ്പിൻ ഹെവി ആയിട്ടാണ് ഇന്ത്യ പോകുന്നത്. അക്സർ പട്ടേലുണ്ട്, വാഷിംഗ്ടൺ സുന്ദറുണ്ട്, കുൽദീപ് യാദവ് ഉണ്ട്. ബാറ്റിങ് നേരത്തെ ഉള്ളവർ തന്നെ KL രാഹുൽ ആൻഡ് യശസ്വി ജയ്സ്വാൾ വിൽ ഓപ്പൺ. നമ്പർ 3 ഒരു ചോദ്യം ഇരിക്കുന്നത്. അവിടെ ഒന്നുകിൽ സായി സുദർശൻ കളിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ദേവദത്ത് പടിക്കൽ കളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആരെ കളിപ്പിക്കും എന്നുള്ളത് കണ്ടറിയണം. നമ്പർ 4 തീർച്ചയായിട്ടും ശുഭ്മാൻ ഗിൽ തന്നെ. നമ്പർ 5, നമ്പർ 6 ഇപ്രാവശ്യം ഒരു മാറ്റം വരാനുള്ള ധ്രുവ് ജുറേലുണ്ട്. അതുപോലെ തന്നെ നിതീഷ് കുമാർ റെഡ്ഡി ടീമിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. സോ നിതീഷ് കുമാർ റെഡ്ഡി ഉണ്ട്. സോ ബാറ്റിംഗ് ലൈനപ്പ് ഡീസൻ്റ് ആണ്. വെസ്റ്റ് ഇൻഡീസാണ് എതിരാളി എന്ന് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറച്ച് കാണാൻ പറ്റില്ല. ഇതുപോലെ തന്നെ ന്യൂസിലാൻഡ് ഇന്ത്യ വന്നിട്ട് ഒരു 3-0 വൈറ്റ് വാഷ് ചെയ്തിട്ട് പോയത്. അതുകൊണ്ട് വെസ്റ്റ് ഇൻഡീസിനെയും കുറച്ച് കാണാൻ പറ്റില്ല. പക്ഷേ എങ്കിലും ടീമിനകത്ത് വേറെ കുറ്റം പറയാനൊന്നുമില്ല. ഇതിനകത്ത് ഈ ആകെ ഉള്ളൊരു നിരാശ എന്ന് പറയുന്നത് മറ്റേ അഭിമന്യു ഈശ്വരൻ സെലക്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എവിടെ കളിപ്പിക്കാനാണ്? ഇപ്പോൾ നമുക്കറിയാം നമ്പർ 3 മാത്രമേ ഉള്ളൂ പൊസിഷൻ. നമ്പർ 3 സായി സുദർശനെ പോലുള്ളൊരു പ്ലെയർ നിൽക്കുന്നു. ദേവദത്ത് പടിക്കലാണ് അവർ മുന്നോട്ട് കാണുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഒന്നും പറയാനായിട്ടില്ല. ചില പ്ലേയേഴ്സിൻ്റെ വിധി ഇതാണ്, ഇങ്ങനെ പുറത്തിരിക്കാനും നോക്കിയിരിക്കാനേ പറ്റുള്ളൂ. ഒരു പക്ഷേ ഒരു ബ്രാൻഡ് ആസ് എ ബ്രാൻഡോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു താരമായിട്ട് റീൽസ് ഒന്നും ചെയ്യാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ PR വർക്ക് അതുപോലെ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം. അങ്ങനെ ചില താരങ്ങളുടെ വിധിയാണിത്. എന്തായാലും ടീം ഒരു ഡീസൻറ്റ് ടീമാണ്. അതുപോലെ തന്നെ കുൽദീപ് യാദവ് കളിക്കുമെന്ന് കണ്ടറിയാം. കുൽദീപ് യാദവ് ഇപ്പോൾ എപ്പോഴൊക്കെ അവസരം കിട്ടുമ്പോഴേ പെർഫോം ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ കുൽദീപ് യാദവ് കളിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് നടക്കുമോ? അക്സർ പട്ടേലും ജഡേജയും വാഷിംഗ്ടൺ സുന്ദറും കുൽദീപ് യാദവ് ഒരു 4 പേരുള്ള സ്ഥിതിക്ക് കുൽദീപ് യാദവിന് പണി കിട്ടുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. എന്തായാലും ഇതാണ് വളരെ ഡീസൻ്റായിട്ട് നല്ലൊരു ടീം, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ടീം. വെസ്റ്റ് ഇൻഡീസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ടീം. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഈ ടീമിനെ പറ്റി എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. ഈ ഒരു ഏഷ്യ കപ്പ് കഴിഞ്ഞ ഉടനെ ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ ടെസ്റ്റ് സീരീസ് തുടങ്ങുകയാണ്. വളരെ സന്തോഷം. ക്രിക്കറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കട്ടെ. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇനി ക്രിക്കറ്റിൻ്റെ മേളമാണ്. ഇങ്ങനെ തുടർച്ചയായിട്ട് ഇനി ഓസ്ട്രേലിയ സീരീസ് വരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് വേറെയും കുറേ മത്സരങ്ങൾ, പിന്നെയും വേൾഡ് കപ്പ്, IPL, ഇങ്ങനെ ക്രിക്കറ്റ് തുരുതുര കിടക്കുകയാണ്. സന്തോഷം. അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.